ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് ഇങ്ങനെ പെട്ടെന്ന് ബുക്കിൻ്റെ ഓർമ്മ വന്നു. ഓക്കെ, ബൈ ദ വേ പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്, കുറവാണ്, എന്നാലും ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ബട്ട് എന്നാലും എടുക്കുന്നുണ്ടായിരുന്നു, ബുക്കിങ്സ് എപ്പോഴും ഉണ്ട്. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം, നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇന്നത്തെ നമ്മുടെ ബുക്ക് ഓഫ് ആൻസേഴ്സ് കുറേ ദിവസം എടുത്തിട്ട്, സോ ഇന്ന് ഇതിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജസ് ആൻഡ് ടാരോ ഒന്നുകൂടി ഞാൻ കുറച്ച് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും തരാൻ ശ്രമിക്കാം ഓരോ ക്വസ്റ്റ്യനും. ഓക്കെ, ഒരുപാട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ പറ്റി തന്നെ കൂടുതൽ ഇങ്ങനെ എടുക്കും, അപ്പോൾ സമയം പോകും. എനിവേ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കാൻ ശ്രമിക്കാം. സോ 3 ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഒരേ ക്വസ്റ്റ്യൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. യെസ് ആൻഡ് നോ വേണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക് ഇവിടെ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബുക്ക് എടുക്കാം, ആൻഡ് ദെൻ ടാരോ ഒന്നുകൂടി ഞാൻ നോക്കും. ഓക്കെ, ഓരോ ആൻസറും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചോളൂ. ഓക്കെ, ലെറ്റ്സ് സീ ബുക്ക് ഓഫ് ആൻസേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ കണക്കാക്കണമെന്നും നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്നത് കിങ് ഓഫ് ക്ലബ്സ്. ഇറ്റ്സ് ഹാപ്പനിങ് ഓൾറെഡി. ഓക്കെ, യു ഹവ് സെലക്ടഡ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് നമ്മൾ കിങ് ഓഫ് വോൺസിൻ്റെ കാർഡുണ്ട് നമ്മുടെ. ഓക്കെ, അതായത് ഒരു ആക്ഷൻ, ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തോ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം, അത് ഓൾറെഡി സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് മേ ബി ചിലപ്പോൾ നിങ്ങൾ കാണാതെയായിരിക്കും, നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു സൂചന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ബട്ട് മേ ബി പുറകിൽ നടക്കുന്ന കാര്യമായിരിക്കാം. യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന രീതിക്കാണ് പറയുന്നത്. ഇറ്റ്സ് ഹാപ്പനിങ് ഓൾറെഡി. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം അത് നടക്കാൻ പോകുന്നു. ജോലി കിട്ടാനാണെങ്കിൽ അത് നടക്കാൻ പോകുന്നു. മാരേജ് ആണെങ്കിൽ അങ്ങനെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്ത് തന്നെയായാലും, ഓക്കെ, പഠിക്കാനായാലും ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ആവുന്നു. സംതിങ് ഈസ് ഹാപ്പനിങ് ഓൾറെഡി എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്തായാലും അത് യെസ് ഓൾറെഡി ഉണ്ട്, അത് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നടക്കും എന്ന രീതിയിൽ എടുത്തോളൂ. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ അത്രയും ഉറപ്പാണ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഹാപ്പനിങ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ നടക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടില്ലെങ്കിലും അത് നടക്കും എന്നുള്ള ഒരു ഉറപ്പ് യൂണിവേഴ്സ് തരുവാണ്. ഓക്കെ, സോറി. അപ്പം നമുക്ക് ടാരോ ഒന്നുകൂടി ഈ ഒരു കാര്യത്തിനെ പറ്റി, ടാരോയിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ടാരോയിൽ നമുക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി 3 കാർഡ് എടുത്തേക്കാം. 5 swords, 2 of wands. ഓക്കെ, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അടിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, അതായത് നിങ്ങൾ എന്തോ ചെയ്തത് നിങ്ങൾ തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട്, കുറ്റബോധമുണ്ട്. ഓക്കെ, വല്ലാതെ നിങ്ങൾ ടെൻഷൻ നെഗറ്റീവിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ മേ ബി നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാവോ എന്നുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മേ ബി ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കാണും. സോ അതാണ് നിങ്ങളുടെ മനസ്സിലെപ്പോഴും കിടക്കുന്നത്. സോ മുന്നോട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഐ തിങ്ക് നിങ്ങൾക്കൊരു പേടിയുണ്ട്, അതും വീണ്ടും തെറ്റായി പോവോ, ഫ്യൂച്ചർ എന്താവും എന്ന ചിന്തയുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് വറീഡാണ് നിങ്ങൾ. ഇവിടെ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്യൂച്ചർ ഇപ്പം നമ്മുടെ കയ്യിലല്ല, അല്ലേ? ഓക്കെ, ആക്ച്വലി ഇത് നോക്കൂ, ഇതിൽ പാസ്റ്റിനെ കുറിച്ചാണ്, ഇത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ രണ്ടും നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പാസ്റ്റിൽ കഴിഞ്ഞത് കഴിഞ്ഞു, അല്ലേ? നമുക്ക് പോയി തിരുത്താൻ പറ്റുമോ? ഇനി തിരിച്ച് നമ്മുടെ ടൈം മെഷീൻ ഇല്ല, അല്ലേ? നമുക്ക് തിരിച്ചു പോകുമ്പോൾ സാധിക്കില്ല. സോ അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ലെസൺ പഠിക്കാനുണ്ടാവും, അത് മാത്രം പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് ഇനിയും മുന്നോട്ടും സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവും. ഓക്കെ, സോ പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ അത് നടക്കാനുള്ളതായിരുന്നു എന്ന് കരുതി അത് വിട്ട് കളഞ്ഞേക്കുക. അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ആൻഡ് ഇവിടെ ഈ ഫ്യൂച്ചറും നമ്മുടെ കയ്യിലല്ല, അല്ലേ? നമ്മൾ അഗൈൻ ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എഴുന്നേറ്റാൽ വീഴോ എന്ന് പേടിച്ചിട്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറയില്ലേ? സോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ, അല്ലേ? നമ്മൾ ശ്രമിക്കുക തന്നെ വേണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. എന്താവും എന്ന് പേടിച്ച് ഇന്നേ അങ്ങനെ ആ പേടിയിൽ നമ്മൾ പുറകോട്ട് മാറിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ തന്നെ പേടിയാണ്. ആക്ച്വലി നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ തന്നെ നിങ്ങൾക്ക് പേടിയായിട്ടാണ് എനിക്ക് കാണുന്നത്. 2 വശത്തും നിങ്ങളെ ആ ഒരു ഫിയറാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിലും അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കുക തന്നെ വേണം, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക തന്നെ വേണം. ഓക്കെ, ആൻഡ് ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഫൈനാൻഷ്യൽ ബെറ്റർമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ആക്ച്വലി വളരെ നല്ലതാണ് വരുന്നത്. യൂണിവേഴ്സ് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ചും വറീഡ് ആവാതിരിക്കുക. ഓക്കെ, ലിവ് ഇൻ ദ മൊമെന്റ്. ഇപ്പോഴത്തെ മൊമെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. അതായത് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും. ഓക്കെ, സോ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കണ്ടോളൂ, എങ്ങനെയാണെന്ന് വെച്ചാൽ. ഓക്കെ, ലെറ്റ്സ് സീ.
റൂൾ ഓഫ് 12 മീൻസ് an undisputable യെസ്. ഓക്കെ, ഇവിടെ രണ്ടും അങ്ങനെയാണ് പറയുന്നത്. ഓൾറെഡി യെസ് ആണ്, നിങ്ങൾ എന്തിനാ ചോദിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി ഇൻഡിസ്പ്യൂട്ടബിൾ ആണ്. അതായത് ഇവിടെ നമ്മൾ പറയുക തർക്കമില്ല, എനിക്ക് ഒരു തർക്കവും ഇല്ല, യെസ് ആണ് എന്നാണ് പറയുന്നത്. 12 വന്നു, എന്താ നമ്മൾ പറയുക, പകിട 12, എന്തോ പറയുമല്ലോ, 12 ഇസ് എ ബെസ്റ്റ് നമ്പർ അല്ലേ. യെസ് ആണ്, നിങ്ങൾ ഡൗട്ടേ വേണ്ട. എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യെസ് ആണ്. നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ ആൻസർ യെസ് ആണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ലൈക്ക് സംശയമേ വേണ്ട, തർക്കമേ ഇല്ല. യെസ്, യൂണിവേഴ്സ് ഇസ് റെഡി, യൂണിവേഴ്സ് ഇസ് വിത്ത് യു, വട്ട് എവർ യു വാണ്ട്, അത് യെസ് ആണ് എന്ന് യൂണിവേഴ്സ് വളരെ ലൈക്ക് 2 കാർഡും, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതായാലും ഇപ്പോഴത്തെ പറഞ്ഞാലും എല്ലാത്തിലും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. യെസ്, യൂണിവേഴ്സ് ഓൾറെഡി നടത്തുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. യെസ് ആണ്. ഗോ ഹെഡ്, ഗോ ഹെഡ്, ഗോ ഹെഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ സംശയിക്കേ വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ ടെൻഷനാണ്, ഓവർ തിങ്കിങ് ആണത്. ഓക്കെ, അതിനൊന്ന് മാറ്റിയെടുക്കൂ. ഓക്കെ, ലെറ്റ്സ് സീ ഇതിനെപ്പറ്റി യൂണിവേഴ്സ്. ഓക്കെ, അവേക്കനിങ്, ദാറ്റ്സ് ഫൈൻ. സി അഗൈൻ, അതാണ് പ്രശ്നം, അതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സി, ഓ മൈ ഗോഡ്, സെയിം, മൈ ഗുഡ്നസ്. സി സീരിയസ്ലി, ഓക്കെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ലൈക്ക് നിങ്ങളോട് പറയുന്നത്, സി ഇവിടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് യെസ് ആണ് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ നിങ്ങൾക്ക് അവേക്കനിങ് വരുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കും. ഡോണ്ട് വറി. ഓക്കെ, എല്ലാം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ പാസ്റ്റിനെ കുറിച്ച് ഓർക്കാണ്. ഡിസപ്പോയിൻമെന്റ്സിനെ, തെറ്റുപറ്റിയാലോ, മുമ്പത്തെ പോലെ ആയ, അഗൈൻ ഒരേ കാര്യമാണ് ഫസ്റ്റിൽ പറഞ്ഞതും ഇപ്പോഴത്തെ പറഞ്ഞതും. സോ ഐ തിങ്ക് നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ കേൾക്കുന്ന അത് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും, അല്ലെങ്കിലും നിങ്ങളോട് പറയുന്ന മെയിൻ കാര്യം നിങ്ങളുടെ ടെൻഷൻ, വറീസ് നിങ്ങൾ വിട്ട് കളയുക. പാസ്റ്റിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും, പാസ്റ്റിലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ചും പ്ലീസ് വറി ചെയ്യാതിരിക്കുക. യൂണിവേഴ്സ് ഒരുപാട് പറയുന്നുണ്ട് നിങ്ങളോട്, റിലീസ്, 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 വിട്ട് കളയൂ. ഓക്കെ, ഇതിനൊക്കെ വിട്ട് കളയൂ. ഇപ്പോഴത്തെ മൊമെന്റിൽ നിങ്ങൾക്ക് എന്തോ വരുന്നുണ്ട്, സംതിങ് ഇസ് കമ്മിങ് ഫോർ യു, ഡോണ്ട് വറി. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഇതും കുറച്ച് മെല്ലെ ആണെങ്കിലും, ഓക്കെ, കുറച്ച് പതുക്കെ ആയിരിക്കും, ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ടെൻഷൻ. കാണുന്നില്ലല്ലോ, വന്നില്ലല്ലോ, ആയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാവും. ബട്ട് ഇല്ല, വരുന്നുണ്ട്, ഇറ്റ്സ് കമ്മിങ്, ഡോണ്ട് വറി. ഓക്കെ, സോ ഇവിടെ അഗെയിൻ എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. അഗെയിൻ നിങ്ങളോട് പറയുന്നത് എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവാണ്, യെസ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് തിങ്കിങ്, നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്ലീസ് അതിനെ എടുത്ത് കളയാം. ഓക്കെ, പാസ്റ്റ് സംഭവിച്ച പോലെ ഇനിയും സംഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ആൻഡ് ഇനി ഫ്യൂച്ചർ എന്താവുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ഇന്നിപ്പം ഞാനിപ്പോൾ ഈ റീഡിങ് ചെയ്യാൻ പേടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാൻ പേടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്കിതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് പിന്നെ കിട്ടുമോ? ആലോചിച്ച് നോക്കൂ. സോ ആ പേടിച്ച് ഞാൻ പലതും പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോകുന്നുണ്ടാവും. ഓക്കെ, പലപ്പോഴും എനിക്ക് ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതായി പോകുമ്പോൾ എനിക്ക് അതന്നെ എന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തോ ആവട്ടെ, വരുന്നത് വരട്ടെ, ലൈക്ക് എല്ലാം നല്ലത് വന്നോളും. നമ്മുടെ മനസ്സ് നന്നായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നെ തന്നെ എക്സാമ്പിൾ പറയാനുള്ളൂ. എനിക്ക് വേറെ ആരെയാ പറയാ? നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ ഇവിടെ കിടന്ന് ചില സമയത്ത് ആവുന്നത്. ഓക്കെ, ഇതിലും വലിയ എക്സാമ്പിൾ നിങ്ങൾക്കുണ്ടോ? എനിക്ക് എന്ത് പൊട്ട ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഭഗവാന്റെ വിശ്വാസത്തിലാണ്, അത്രയേ ഉള്ളൂ. ഞാൻ ഇതായിട്ട് പറയല്ല. എൻ്റെ മുമ്പിൽ ഇത് ഇവിടെ എപ്പോഴും ഇരിക്കുന്നത് എൻ്റെ കണ്ണനുണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ ബാബ ഇരിക്കുന്നുണ്ട് സൈഡിൽ. ഓക്കെ, അവിടെ ഉണ്ട്, എടുക്കാൻ ഇപ്പോൾ വേണ്ട, ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇവരാണ് എൻ്റെ ധൈര്യം, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി വരുന്നതൊക്കെ കണ്ണാ നീ നോക്കിക്കോ, അത്രയേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, സോ അങ്ങനെ പോവാം മുന്നോട്ട് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ടി. ധൈര്യം കൊണ്ടുവരാം, നല്ലോണം ധൈര്യം കൊണ്ടുവരാം. Okay, let's see one more. The devil card. Someone is trying to prevent it from being so. Okay, maybe ആരോ നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ ഇത് വരുന്നത്? നമ്മൾ അതൊന്നും ചിന്തിക്കാതിരിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ആരോ എന്തോ തടയാൻ ശ്രമിച്ചോട്ടെ. ഈ ഭഗവാനുള്ളത് വരെ, നമ്മുടെ ദൈവങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് വരെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വേണം വെച്ച് ആരെങ്കിലും എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, അതൊന്ന് തടസ്സം റിമൂവ് ആക്കി തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഡെവിൽ എനർജി ഉണ്ട്. സോ ആരോ നിങ്ങളെ ഒന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട്. ആക്ച്വലി ഈ നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് ചിലപ്പോൾ ആരെങ്കിലും തടയുന്നത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും അല്ലേ, നിങ്ങളെ പേടിപ്പിക്കും. ശരിയാവില്ല എന്ന് പറയും, എന്തിനാന്ന് ചോദിക്കും, അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി കയറും. സോ ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആവാം. അല്ലെങ്കിൽ ആരെങ്കിലും അസൂയ ആയിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും കണ്ണുതട്ടലായിരിക്കാം. സോ നിങ്ങളോടൊരു ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളൂ, ഉപ്പിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഉപ്പിട്ട് കുളിക്കുക. സോ അത് നിങ്ങളുടെ കുറച്ച് നെഗറ്റിവിറ്റി ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തടസ്സം, അതൊന്നും നമ്മൾ ചിന്തിക്കാൻ നിൽക്കരുത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമേ നമ്മൾ ചിന്തിക്കരുത് എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ, കാരണം അത് നമ്മൾ ചിന്തിക്കും തോറും അതിന് പവർ കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ ചെയ്യാതിരിക്കുക, വിട്ടുകളഞ്ഞിക്കും. അത് വന്നതിന് എനിക്ക് സന്തോഷമില്ല.
സെയിം എല്ലാം ദൈവത്തിന് വിട്ടു കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും, എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാനും പോകരുത്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ദൈവത്തിനോട് പറയാതെ എനിക്ക് നല്ലത് എന്താണോ അത് ചെയ്യാനും അത് കിട്ടാനും ഒക്കെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ട. നമ്മൾ ആരെ പറ്റിയിട്ടും നെഗറ്റീവും ചിന്തിക്കാതെ, അവരാണോ ഇവരാണോ ആരും ആയിക്കോട്ടെ, നമുക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അവരായി അവരുടെ കർമ്മയായി, നത്തിങ് ടു ഡു വിത്ത് അസ്. ഓക്കെ, നമ്മുടെ എനർജിയിൽ പോലും അവരെ വരാൻ വിടരുത്. ആരെയും ആ ചിന്തകൾ പോലും നമ്മുടെ ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യരുത്, വിട്ട് കളഞ്ഞിക്കോ. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എത്ര യെസ് ആണ് യൂണിവേഴ്സ് തന്നത് അല്ലേ, പോരാത്തതിന് ഞാനും ഇവിടെ. ഓക്കെ, സോ നമുക്ക് ഈ കാർഡ്സ് കൂടി ഒന്ന് നോക്കിയേക്കാം. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് കൂടി യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. Let's see. Okay, Nine of Pentacles, Magician. See again. Very nice, beautiful. See, സക്സസ്. നിങ്ങൾക്ക് സക്സസ് വരില്ല എന്ന് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങൾ പറയുന്ന പോലെ അല്ലോ എന്ന് പറഞ്ഞ ആൻസർ കൊടുക്കട്ടോ. ഓക്കെ, മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സക്സസ്സോ നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് വരണം എന്നുള്ളതോ തീരുമാനിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സാണ്, ദൈവമാണ്. ഓക്കെ, നിങ്ങളുടെ വിശ്വാസങ്ങളാണ്. ഓക്കെ, അതാണ് വേണ്ടത്. സോ ഇവിടെ മജീഷ്യൻ, നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണോ അത് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആര് നിങ്ങളെ തടസ്സപ്പെടുത്തിയാലും ശരി, അതൊന്നും നമുക്ക് മാറ്റർ ഒന്നുമല്ല. നിങ്ങളുടെ എഫേർട്ടുകൾ, നമ്മൾ എന്താ പറയുക, അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ദൈവം കാണാതെ ഒരിക്കലും പോവില്ല. അത് മനസ്സിലാക്കിക്കോളൂ, ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നയൻ ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് നമ്മൾ മണി, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്കൊരു മണി ഗ്രോത്ത്, ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളെ സ്വന്തമായിട്ട് കുറച്ച് നിങ്ങൾക്ക് ഏണിങ് കാര്യങ്ങൾ, നിങ്ങളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഒരു നമ്മൾ പറയുക ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്. സോ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് കൂടി ഉണ്ട്. സോ ഇത് ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് എന്ന് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരുന്ന കാര്യമായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, എല്ലാം നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഓക്കെ, ഇവിടെ വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും തീർച്ചയായിട്ടും. അതിന് നിങ്ങൾ തന്നെയാണ് എഫേർട്ട് എടുക്കുന്നത്, വേറെ ആരുമല്ല. യു ആർ ദ മജീഷ്യൻ ഓഫ് യുവർ ലൈഫ്. ആക്ച്വലി റീഡിങ്ങിൻ്റെ ടോപ്പിക് ഞാൻ അങ്ങനെ ഇടാം, യു ആർ ദ മജീഷ്യൻ ഓഫ് യുവർ ഓൺ ലൈഫ്. ഓക്കെ, സോ സക്സസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഡോണ്ട് വറി. ഓക്കെ, ബാക്കിയൊന്നും ഒരു തടസ്സങ്ങളും നിങ്ങൾക്ക് മാറ്റർ ഒന്നുമല്ല, വിട്ട് കളഞ്ഞേക്കും. യൂണിവേഴ്സ് നിങ്ങളോട് യെസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ആരിടയിൽ വന്നാലും ശരി, നിങ്ങളുടെ മനസ്സ് പക്ഷേ നിങ്ങൾക്ക് തടസ്സമാവരുത്, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പുറമേയുള്ള കാര്യങ്ങളല്ല, മെയിൻ പ്രശ്നം നിങ്ങളുടെ മനസ്സാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഈ ഞാൻ ഇതായാലോ, പണ്ടിങ്ങനെ നടന്നില്ലേ, എനിക്കിങ്ങനെ പറ്റിയില്ലേ, അവരത് കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എല്ലാവരും നല്ല ബ്ലെസ്ഡ് ആയിട്ടാണ്, നിങ്ങളൊക്കെ ബ്ലെസ്ഡ് ആണ് തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.